പക്ഷേ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മളത് ചെയ്തിരിക്കും. ഞാൻ തന്നെ അതിന് മുന്നിട്ടിറങ്ങും. ഗുഡ്. കാരണം കരുണാകരൻ സാർ പറഞ്ഞതുപോലെ വളരാൻ സഹായിച്ചവർക്ക് വെറും കറിവേപ്പിലയുടെ സ്ഥാനം നൽകുന്ന മറ്റ് കമ്പനികൾക്ക് ഇതൊരു മാതൃകയാവും. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഈ പറയുന്നതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളൂ. എല്ലാവരെയും ആദരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആദരിക്കേണ്ട ഒരാളുണ്ട്. നമ്മുടെ ഗാർമെന്റ്സിനെ കരുവാക്കി മയക്കുമരുന്ന് കയറ്റുമതി നടത്തുന്നു എന്ന് കണ്ടുപിടിച്ച ഒരാള്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവരെ കൊടുക്കാൻ നമ്മളെ സഹായിച്ച ഒരാൾ. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന തൂപ്പുകാരി എന്ന് ആരോപിക്കപ്പെട്ട പാർവതി കാണിച്ച ധൈര്യമാണ് ഈ കമ്പനിയെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രഹസ്യമാണ് അവൾ കണ്ടെത്തിയത്. അവളത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഗവൺമെന്റ് ഈ സ്ഥാപനം ഇതിനോടകം പൂട്ടി സീൽ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അവളുടെ ആത്മാർത്ഥതയ്ക്കും ധൈര്യത്തിനും നമ്മൾ നൽകുന്ന സമ്മാനമായി നമ്മൾ ആദ്യം അവളെ ആദരിക്കണമെന്നാ എന്റെ അഭിപ്രായം. കൈലാസിന്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഫംഗ്ഷന്റെ വെന്യൂ, ഫുഡ്, ഡാൻസ്, പാർട്ടി എല്ലാം എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്ത് എനിക്കൊരു ബഡ്ജറ്റ് തരണം. അതിന്റെ പൂർണ്ണമായ ചുമതല ഞാൻ അരവിന്ദിനെയും മുക്തി ഏൽപ്പിക്കാം. ശരി സർ. ഓക്കെ അല്ലേ മുത്ത? ഞങ്ങൾ നോക്കിക്കോളാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഫംഗ്ഷനിൽ എത്തിക്കേണ്ടത് കരുണാകരന്റെ ഉത്തരവാദിത്വമാണ്. ഒരാൾ പോലും മിസ്സാവരുത്. ഇല്ല സർ, എല്ലാവരെയും ഞാൻ എത്തിച്ചിരിക്കും. ഓക്കെ.